ഇന്ത്യയുടെ അടി ഇരന്നു വാങ്ങിയേ അടങ്ങൂ എന്ന വാശിയിലാണ് പാകിസ്ഥാൻ. വിവാദ പരാമർശങ്ങൾ നടത്തിയും ഇന്ത്യയെ പ്രകോപിപ്പിച്ചും സ്വന്തം കുഴി തോണ്ടുകയാണ് അവരെന്ന് പറയാതെ വയ്യ. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയവരെ സ്വാതന്ത്ര്യ സേനാനികളെന്ന് വിശേഷിപ്പിച്ച് പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ നടത്തിയ പരാമർശമാണ് ഏറ്റവും ഒടുവിലത്തേത്. പഹൽഗാമിലെ തീവ്രവാദ ആക്രമണത്തെ ചൊല്ലി ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാധ്യത വർദ്ധിക്കവെയാണ് മന്ത്രിയുടെ വിവാദ പരാമർശം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഏപ്രിൽ 22-ന് ആക്രമണം നടത്തിയവർ സ്വാതന്ത്ര്യ സേനാനികളാണ്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് യുദ്ധത്തിന് സമാനമാണ്. പാകിസ്ഥാനിലെ 240 മില്യൺ ജനങ്ങൾക്ക് വെള്ളം ആവശ്യമാണ്. അത് നിങ്ങൾക്ക് നിർത്താൻ കഴിയില്ല. അതിന്മേലുള്ള ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനും കഴിയില്ല എന്നും ഇഷാഖ് ദാർ പറഞ്ഞു. വിദേശകാര്യ വകുപ്പിന്റെ ചുമതല കൂടി വഹിക്കുന്ന പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ദാറിന്റെ ഈ വിവാദ പ്രസ്താവന തീവ്രവാദികളോടുള്ള മൃദു സമീപനമാണ് കാട്ടിത്തരുന്നത്. അതേസമയം സിന്ധു നദീജല കരാർ പ്രകാരം പാകിസ്ഥാന് ലഭിക്കേണ്ട ജലം തടയുകയോ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്നത് യുദ്ധപ്രവർത്തനമായി കാണുമെന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ നടന്ന ദേശീയ സുരക്ഷാ സമിതി യോഗത്തിന് പിന്നാലെ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത്. അതേസമയം ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ ശക്തമായ ഭാഷയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അപലപിച്ചത്. ഇത്രയും ഹീനമായ കൃത്യത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമത്തിലൂടെ പ്രതികരിച്ചു. ഭീകരാക്രമണത്തിൽ മൃതിയടഞ്ഞവരുടെ കുടുംബങ്ങളോട് അദ്ദേഹം അനുശോചനം അറിയിക്കുകയും ചെയ്തു. ജമ്മു കശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ ഞാൻ ശക്തമായി അപലപിക്കുന്നു. പ്രിയപ്പെട്ടവരെ നഷ്ടമായ എല്ലാവരോടും അനുശോചനം അറിയിക്കുന്നു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രയും ഹീനമായ കൃത്യം നടത്തിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അവരെ ഒരു തരത്തിലും വെറുതെ വിടില്ല. അവരുടെ ദുഷിച്ച പദ്ധതി ഒരിക്കലും നടപ്പിലാകില്ല. ഭീകരവാദം ഇല്ലാതാക്കുക എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തിന് ഒരിളക്കവും ഉണ്ടാകില്ല. അത് കൂടുതൽ ശക്തമായി തുടരുമെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പിടികൂടുന്നതുവരെ രാജ്യം വിശ്രമിക്കില്ലെന്നാണ് ഏറ്റവും ഒടുവിലായി പ്രധാനമന്ത്രി പറഞ്ഞത്. ബീഹാറിലെ മധുബനിയിൽ നടന്ന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. പ്രസംഗത്തിന് മുൻപ് കശ്മീരിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരമായി 1 മിനിറ്റ് മൗനം ആചരിച്ചു. ഈ ലോകത്തോട് ഞാൻ പറയുകയാണ്, ഓരോ ഭീകരരെയും അവരെ പിന്തുണയ്ക്കുന്നവരെയും ഇന്ത്യ തെരഞ്ഞു പിടിച്ച് ശിക്ഷിക്കും. ഈ ഭൂമിയുടെ അറ്റം വരെ അവരെ പിന്തുടരും. അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള ശിക്ഷ നൽകും. അതിന് എന്ത് മാർഗം വേണോ അതെല്ലാം സ്വീകരിക്കും. ഭീകരതയ്ക്കായി ഉപയോഗിക്കുന്ന ഭൂമിയുടെ ഓരോ ഇഞ്ചും നശിപ്പിക്കും. പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ഹൃദയത്തിനേറ്റ മുറിവാണ്. ചിലർക്ക് മകനെയും ചിലർക്ക് സഹോദരനെയും ചിലർക്ക് പങ്കാളിയെയും നഷ്ടപ്പെട്ടു. അവരുടെ വേദന മുഴുവൻ രാജ്യവും പങ്കിടുന്നു. ഭീകരവാദം കൊണ്ട് ഇന്ത്യയുടെ ആത്മാവിനെ തകർക്കാനാവില്ല. ഭീകരവാദം ഒരിക്കലും ശിക്ഷിക്കപ്പെടാതെ പോകുകയുമില്ല. നീതി ലഭിച്ചെന്ന് ഉറപ്പാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടാകും. ഇക്കാര്യത്തിൽ രാജ്യം ഒറ്റക്കെട്ടാണ്. മനുഷ്യത്വത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഞങ്ങൾക്കൊപ്പമുണ്ട്. ഈ സമയം ഞങ്ങൾക്കൊപ്പം നിന്ന രാജ്യങ്ങളിലെ ജനങ്ങളോടും നേതാക്കളോടും ഞാൻ നന്ദി പറയുന്നുവെന്നും പ്രധാനമന്ത്രി മോദി പറഞ്ഞു. അതേസമയം അമൃത്സറിലെ വാഗ അട്ടാരി അതിർത്തിയിലേക്ക് പാകിസ്ഥാൻ സ്വദേശികൾ എത്തിത്തുടങ്ങി. പഹൽഗാം ഭീകരവാദ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ സ്വദേശികൾ ഇന്ത്യ വിടണമെന്ന നിർദ്ദേശത്തിന് പിന്നാലെയാണ് പൗരന്മാർ അതിർത്തിയിലേക്ക് എത്തിത്തുടങ്ങിയത്. ഞായറാഴ്ചയ്ക്കുള്ളിൽ പാകിസ്ഥാൻ സ്വദേശികൾ രാജ്യം വിടണമെന്നാണ് നിർദ്ദേശം. പാകിസ്ഥാൻ സ്വദേശികൾക്കുള്ള വിസ നടപടികൾ ഇന്ത്യ മരവിപ്പിച്ചിരിക്കുകയാണ്. ചൊവ്വാഴ്ച വരെയാണ് മെഡിക്കൽ വിസയ്ക്കുള്ള കാലാവധി. ഇന്ത്യക്കാർക്കുള്ള സാർക്ക് വിസ പാകിസ്ഥാനും മരവിപ്പിച്ചിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ വിവിധ നഗരങ്ങളിൽ താമസിക്കുന്ന പാകിസ്ഥാൻ സ്വദേശികളെ തിരികെ അയക്കാനും അധികൃതർ ശ്രമം തുടങ്ങി. കേന്ദ്ര സർക്കാരിൽ നിന്ന് ഇത് സംബന്ധിച്ച ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിലും എല്ലാ ജില്ലകളിലേക്കും പോലീസ് ആസ്ഥാനങ്ങളിലേക്കും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് DGP പ്രശാന്ത് കുമാർ പറഞ്ഞു. വിവിധ വീസകളിലായി UP-യിലെത്തിയ പാകിസ്ഥാൻ സ്വദേശികളുടെ വിവരങ്ങൾ ശേഖരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലുള്ള പാക് പൗരന്മാർക്ക് തിരികെ മടങ്ങാനും നിർദ്ദേശം നൽകിയിരുന്നു. കേരളത്തിലുള്ള 102 പാകിസ്ഥാൻ സ്വദേശികളും ഈ മാസം 29-നുള്ളിൽ മടങ്ങണമെന്നാണ് നിർദ്ദേശം. പാക് പൗരന്മാർ മടങ്ങണമെന്ന കേന്ദ്ര നിർദ്ദേശത്തിന് പിന്നാലെയായിരുന്നു നടപടി. ചികിത്സ തേടി കേരളത്തിലെത്തിയ പാക് സ്വദേശികൾക്കുൾപ്പെടെ നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. വിദ്യാർത്ഥി വിസയും മെഡിക്കൽ വിസയും റദ്ദാക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പാക് പൗരന്മാർ ഉള്ളത്. 71 പേരാണ് നിലവിൽ ജില്ലയിലുള്ളത്. അതേസമയം പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച 2 പേർ പാകിസ്ഥാനിൽ നിന്നുള്ള ഭീകരരാണെന്ന് ജമ്മു കാശ്മീർ പോലീസ് സ്ഥിരീകരിച്ചു.
ഹാഷിം മൂസ, അലി ഭായ് എന്നിവർ 2 വർഷം മുൻപാണ് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതെന്നും പോലീസ് കണ്ടെത്തി. ഇരുവർക്കുമൊപ്പം കശ്മീർ സ്വദേശിയായ ആദിൽ ഹുസൈൻ തോക്കറും ഭീകരാക്രമണത്തിൽ പങ്കെടുത്തതായി ജമ്മു കാശ്മീർ പോലീസ് കണ്ടെത്തിയിരുന്നു. സ്ഫോടനത്തിലൂടെ കശ്മീർ സ്വദേശികളായ ഈ ഭീകരരുടെ വീടുകളും പ്രാദേശിക ഭരണകൂടം തകർത്തിരുന്നു. ഇവരുടെ വീടുകൾക്കുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതായും വിവരമുണ്ട്. ആക്രമണത്തിന് പിന്നാലെ ഭീകരരുടെ കുടുംബങ്ങൾ വീടുകൾ ഒഴിഞ്ഞു പോയിരുന്നു. പഹൽഗാം ഭീകരാക്രമണത്തിലെ പാകിസ്ഥാന്റെ പങ്ക് ഇന്ത്യ വിവിധ രാജ്യങ്ങളോട് വിശദീകരിച്ചിരുന്നു. വിവിധ നയതന്ത്ര പ്രതിനിധികളെ വിളിച്ചാണ് ഇന്ത്യ ഇക്കാര്യം വിശദീകരിച്ചത്. അമേരിക്ക, UK, റഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അംബാസഡർമാരാണ് ഇന്ത്യ ക്ഷണിച്ചത് പ്രകാരം വിദേശകാര്യ മന്ത്രാലയത്തിലെത്തിയത്. അതിനിടെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്നുള്ള സംഘർഷാവസ്ഥ കൂടുതൽ വഷളാവാതിരിക്കാൻ ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ അഭിപ്രായം. ഇന്ത്യൻ വിമാനങ്ങൾക്ക് തങ്ങളുടെ വ്യോമ മേഖലയിൽ പ്രവേശനം നിഷേധിച്ച് പാകിസ്ഥാനും രംഗത്തെത്തി. ഇതോടെ UAE, ഇന്ത്യ വിമാന സർവീസുകൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ ഉടമസ്ഥതയിലുള്ളതും ഇന്ത്യ നടത്തുന്നതുമായ എല്ലാ വിമാന കമ്പനികൾക്കും വ്യോമാതിർത്തി അടച്ചിടുമെന്ന് പാകിസ്ഥാൻ പ്രഖ്യാപിച്ചത്. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു നദീജല കരാർ മരവിപ്പിച്ചിരുന്നു. പാകിസ്ഥാൻ ഇന്ത്യൻ മണ്ണിൽ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്നത് അവസാനിപ്പിക്കും വരെ ഈ നിലപാടിൽ മാറ്റമില്ലെന്നാണ് ഇന്ത്യയുടെ നിലപാട്. കാശ്മീരിൽ ഭീകരപ്രവർത്തനം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനെ നിർബന്ധിതരാക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരിറ്റ് ചോര ചീന്താതെ പാകിസ്ഥാന്റെ വെള്ളം കുടിമുട്ടിച്ച് അവരുടെ ജനങ്ങളെ കൊണ്ട് തന്നെ പാക് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ഈ ഉപരോധം കൊണ്ട് കഴിഞ്ഞേക്കും. ഇന്ത്യയുടെ നീക്കം പാകിസ്ഥാനിൽ വലിയ ആശങ്കയ്ക്കാണ് ഇടയാക്കിയത്. പാകിസ്ഥാനിലെ 24 കോടി ആളുകളുടെ ജീവനാഡിയാണ് സിന്ധു നദി. ഇന്ത്യൻ നീക്കത്തോട് അതിവൈകാരികമായാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത്. പുൽവാമ ആക്രമണത്തിന് ശേഷം മോശമായ ഇന്ത്യ-പാക് ബന്ധം അതിലേറെ വഷളായിരിക്കുന്ന സാഹചര്യമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഉണ്ടായത്. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷം പോലും ഇന്ത്യ നദീജല കരാറിൽ തീരുമാനമെടുത്തിരുന്നില്ല. അതിർത്തി കടന്നുള്ള ഭീകരവാദം പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ കരാർ മരവിപ്പിക്കുമെന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. പിന്നാലെയാണ് എല്ലാ സമാധാന ശ്രമങ്ങളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഷിംല കരാർ മരവിപ്പിക്കുകയാണെന്ന് പാകിസ്ഥാനും അറിയിച്ചത്. 1971 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന് ശേഷം 1972 ഇരു രാജ്യങ്ങളും തമ്മിൽ ഷിംല കരാർ നിലവിൽ വരുന്നത്. ഇന്ദിരാഗാന്ധിയും സുൽഫിക്കർ അലി ഭൂട്ടോയുമായിരുന്നു അന്ന് ഇരു രാജ്യങ്ങളുടെയും നായകർ. പാകിസ്ഥാൻ ബംഗ്ലാദേശ് തർക്കത്തിൽ ഇന്ത്യ ബംഗ്ലാദേശിനെ പിന്തുണച്ചതായിരുന്നു അന്നത്തെ യുദ്ധത്തിന്റെ പ്രകോപനം. ഇന്ത്യ വിജയിച്ച ആ യുദ്ധത്തിന് ശേഷം ഹിമാചൽ പ്രദേശിൽ വെച്ച് ഒപ്പുവെച്ച കരാർ ഇരു രാജ്യങ്ങളും തമ്മിൽ കാലങ്ങളെ തുടരുന്ന പല സംഘർഷങ്ങൾക്കും അവസാനം കുറിക്കുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു. മൂന്നാമതൊരാളുടെ ഇടപെടലില്ലാതെ തർക്കങ്ങൾ ഇരു രാജ്യങ്ങൾക്കും തമ്മിൽ ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കുമെന്നതായിരുന്നു ഷിംല കരാറിന്റെ ഉദ്ദേശ ലക്ഷ്യം. എന്തായാലും അതിർത്തിയിൽ സംഘർഷം പുകയുകയാണ്. ജമ്മു കാശ്മീരിലെ ബന്ദിപ്പോറ ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ ലഷ്കർ-ഇ-തൊയ്ബ കമാൻഡർ അൽതാഫ് ലല്ലി കൊല്ലപ്പെട്ടു. കുൽനാർ ബാസിപ്പോര ഏരിയയിൽ ഭീകരവാദികൾ ഒളിച്ചിരിപ്പുണ്ടെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് പ്രദേശത്ത് സുരക്ഷാ സേന പരിശോധന നടത്തുന്നതിനിടയിലാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഭീകരർ സൈന്യത്തിന് നേരെ വെടിയുതിർത്തതോടെ സൈന്യവും തിരികെ വെടിവെക്കുകയായിരുന്നു. ഇതിനിടെയാണ് ലഷ്കർ കമാൻഡറെ വധിച്ചത്. ഏറ്റുമുട്ടലിനിടെ 2 സുരക്ഷാ സേന അംഗങ്ങൾക്കും പരിക്കേറ്റിട്ടുണ്ട്. വ്യാഴാഴ്ച ഉദ്ധംപൂരിലുണ്ടായ ഏറ്റുമുട്ടലിൽ ഇന്ത്യൻ ആർമിയുടെ സ്പെഷ്യൽ ഫോഴ്സിൽ ഉൾപ്പെട്ട സൈനികൻ വീരമൃത്യു വരിച്ചിരുന്നു. ഹവിൽദാർ ജണ്ടു വലി ഷെയ്ഖാണ് വീരമൃത്യു വരിച്ചത്. ഇതിനു പിന്നാലെയാണ് വീണ്ടും ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന മറ്റൊരു പ്രധാന കാര്യം ഹമാസ് പ്രവർത്തകർ പാകിസ്ഥാൻ സന്ദർശിച്ചുവെന്ന വിവരമാണ്. ഇന്റലിജൻസ് വൃത്തങ്ങളാണ് ഈ വിവരം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 1 വർഷത്തിനിടെ ഒട്ടേറെ തവണ ഹമാസ് പ്രവർത്തകർ പാക് അധീന കശ്മീരും പാകിസ്ഥാനും സന്ദർശിച്ചതായാണ് റിപ്പോർട്ട്. ബഹൽപൂരിൽ ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദിന്റെ ആസ്ഥാനം ഹമാസ് സംഘം അടുത്തിടെ സന്ദർശിച്ചിരുന്നു. കഴിഞ്ഞ മാസം പാക് കരസേനാ മേധാവി അസീം മുനീർ ഉദ്ഘാടനം ചെയ്ത സൈനിക കേന്ദ്രത്തിലും ഹമാസ് സംഘം എത്തി. ഇന്ത്യയിലെ രാജസ്ഥാനുമായി പാക് അതിർത്തി പങ്കിടുന്ന ബഹവൽപൂർ തന്ത്രപ്രധാനമായ സ്ഥലമാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വിഭാഗമായ ബഹവൽപൂർ കോറാണ് ഇവിടെ കാവൽ. കഴിഞ്ഞ വർഷം ജനുവരിയിൽ പാകിസ്ഥാൻ പാർലമെന്റിനെ അഭിസംബോധന ചെയ്യാൻ ഹമാസ് നേതാവ് ഖാലിദ് ഖദ്ദൂമിയെ ക്ഷണിച്ചിരുന്നു. ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ അന്നത്തെ ഹമാസ് തലവനായ ഇസ്മയിൽ ഹനിയ പാകിസ്ഥാനിൽ നിന്ന് സഹായം തേടിയതിന് തൊട്ടു പിന്നാലെയാണ് ഹമാസ് നേതാക്കൾ പാകിസ്ഥാൻ സന്ദർശിച്ചത്. 2024 ജൂലൈ 31 ടെഹ്റാനിൽ ഹനിയെ കൊല്ലപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും രാജ്യത്തെ നടുക്കിയ 26 നിരപരാധികളുടെ മരണത്തിനിടയാക്കിയ പഹൽഗാം ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് ഓരോ നിമിഷവും മറനീക്കി പുറത്തു വരികയാണ്. ഓരോ ഭീകരരെയും വകവരുത്തും വരെ രാജ്യത്തിന് വിശ്രമമില്ല എന്ന് പറഞ്ഞ പ്രധാനമന്ത്രിയുടെ വാക്കുകൾ പോലെ തന്നെ
ഭീകരരെ ഒന്നൊന്നായി തെരഞ്ഞുപിടിച്ച് വകവരുത്തുകയാണ് നമ്മുടെ ഇന്ത്യൻ സൈന്യം.